വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം 33. ദിവസങ്ങൾ കടന്നുപോയി. അമൃത ശ്രീദേവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ആകെ വിഷമത്തിലായിരുന്നു. അന്ന് കണ്ടുവന്നതിന് ശേഷം പിന്നെ അവനെ കാണാനോ സംസാരിക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല. ഓരോ തവണ ഫോൺ ബെല്ലടിക്കുമ്പോഴും അവൾ ആകാംക്ഷയോടെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യാറ്. ശ്രീദേവ് റിസൾട്ട് പറയാനാവുമോ വിളിക്കുന്നതെന്ന് ഓർത്ത് അവൾ ഓരോ ഫോൺ കോളും പേടിച്ചാ അറ്റൻഡ് ചെയ്തത്. ഏത് സമയം വേണമെങ്കിലും അവൻ വിളിക്കുന്നുള്ളതുകൊണ്ട് അവൾ ചെയ്യുന്നതിലൊന്നും അവൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓഫീസിലെത്തിയാലും അവൾ അവനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. അമൃത, നീ ഈ ബ്ലൂ പ്രിന്റിലെ നമ്പർ തെറ്റിച്ചാണല്ലോ എഴുതിയത്. ഒരു ഡിസൈന്റെ ബ്ലൂ പ്രിന്റ് കാണിച്ചുകൊണ്ട് ആലീസ് ചോദിച്ചു. ആണോ, നോക്കട്ടെ. വെപ്രാളപ്പെട്ട് അമൃത അത് വാങ്ങിച്ചു നോക്കി. എന്തുപറ്റി അമൃത, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരിനും കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ മുഖം കണ്ടപ്പോ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് ആലീസ് ഊഹിച്ചിരുന്നു. ആരും മെടുക്കനായിരിക്കുന്നു. അവനൊരു കുഴപ്പമില്ല ഇപ്പോ. പിന്നെന്താ നീ ആകെ വല്ലാണ്ടിരിക്കുന്നത്? നീ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. മൈൻഡ് ഇവിടെ അല്ലല്ലോ മോളെ. ആലീസ് സംശയത്തോടെ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആലീസ്. നീ നിന്റെ CID കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ട് തോന്നതാ. അവൾ മുഖത്ത് ചിരി പരത്തിക്കൊണ്ട് പറഞ്ഞു. എന്റെ തോന്നലുകളൊന്നേ അങ്ങനെ തെറ്റാറില്ല മോളെ. എന്തായാലും നീ അത് വേഗം കറക്റ്റ് ചെയ്യ്. സാർ അന്വേഷിക്കുന്നുണ്ട്. നോക്ക് ആലീസ്, ഇവിടെയായിരുന്നില്ലേ മിസ്റ്റേക്ക്? അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നവൾ സിസ്റ്റത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഒരു ക്ലർക്ക് വന്ന് അവൾക്കൊരു കവർ കൈമാറുന്നത്. അവളത് ആകാംക്ഷയോടെ തുറന്നു നോക്കി. ഇതെന്താ? ആലീസ് ചോദിച്ചു. എനിക്കറിഞ്ഞൂടാ. അതും പറഞ്ഞ് അമൃത പതുക്കെ അത് തുറന്നു നോക്കി. അതിലൊരു മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു. രോഗിയുടെ പേരും അഡ്രസ്സും ഒന്നും വായിക്കാനുള്ള സാവകാശം അവൾക്കുണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ ആ ടെസ്റ്റ് റിസൾട്ടിലേക്കാ നോക്കിയത്. HIV നെഗറ്റീവ് എന്ന് കണ്ടതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. എന്തോ ഒരു വലിയ കാര്യം നേടിയതുപോലെ അവളുടെ മനസ്സ് തുള്ളിച്ചാടി. ആ മെഡിക്കൽ റിപ്പോർട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. തന്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്ത ദൈവങ്ങളോട് അവൾക്ക് പിണക്കമായിരുന്നെങ്കിലും ശ്രീദേവിന് വേണ്ടി അവൾ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. നെഞ്ചുരുക്കി അവൾ പ്രാർത്ഥിച്ചതിനെല്ലാം ഫലം കിട്ടിയിരിക്കുന്നു. ഇല്ല, അവനൊന്നുമില്ല. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. അതെ, ശ്രീദേവ് HIV നെഗറ്റീവ് ആയിരിക്കുന്നു. എല്ലാവരും പേടിച്ചതുപോലെ അവൻ AIDS ഇല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവളുടെ പ്രതീക്ഷകളൊന്നും അസ്ഥാനത്തായില്ല. അവളുടെ കരച്ചിൽ കണ്ട ആലീസ് ആദ്യമൊന്ന് പേടിച്ചെങ്കിലും സന്തോഷക്കണ്ണീരാണെന്നറിഞ്ഞപ്പോ അവളെ കെട്ടിപ്പിടിച്ച ആശ്വാസം പങ്കുവെച്ചു. മതി, സന്തോഷത്തിന് ഇത്രയൊക്കെ കരഞ്ഞാൽ മതി. ആലീസ് തോളിൽ തട്ടി പറഞ്ഞു. എന്നാ അമൃത അപ്പോഴും കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. അമൃത, എല്ലാരും ശ്രദ്ധിക്കുന്നു, പിന്നെ ഇവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടി വരെ. നീ കരച്ചിൽ നിർത്തിക്കോ, ഒരു താക്കീത് പോലെ ആലീസ് പറഞ്ഞു. ഇല്ല, പറ്റുന്നില്ല ആലീസ്. നോക്ക്, ഇതിനും വലിയൊരു സന്തോഷം ഇനി എനിക്ക് ഉണ്ടാവാനില്ല. അമൃത കരച്ചിലടക്കാൻ സന്തോഷം കൊണ്ട് പാടുപെട്ടു പറഞ്ഞു. ആരാ ഈ അവനൊന്നും എനിക്കറിയില്ല. ഈ സന്തോഷത്തിനെ നമുക്ക് എന്തായാലും ഒരു കാപ്പി പിടിച്ചിട്ട് വരാം. ഈ മൂടൊന്ന് മാറ്റാൻ വേണ്ടി ആലീസ് അവളെ കഫറ്റീരിയയിലേക്ക് വിളിച്ചു. വാ പോവാം എന്ന് പറഞ്ഞ അമൃത കണ്ണു തുടച്ച് പേഴ്സ് എടുക്കാൻ തുടങ്ങുമ്പോ, ഇന്ന് എന്റെ ചെലവാ. നിന്റെ സന്തോഷത്തിന് ഞാൻ നിനക്ക് ചെലവ് ചെയ്യുന്നു, വായോ എന്ന് പറഞ്ഞ് അവളെ കൂട്ടി ആലീസ് അവിടുന്ന് പോയി. ഗുഡ് മോർണിംഗ് ഡോക്ടർ ശ്രീദേവ്. ഹലോ ശ്രീദേവ്, നിങ്ങൾ തിരിച്ചെത്തിയല്ലോ, വളരെ സന്തോഷം. ഹായ് ഡോക്ടർ ശ്രീദേവ്, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ശ്രീദേവ് വീണ്ടും സൂര്യ മെഡിസിറ്റിയുടെ ഓരോ പടികൾ കടന്ന് മുന്നോട്ട് പോകും തോറും അവിടുന്നും ഇവിടുന്നുമായിട്ട് വിളികളോടെ വിളികൾ. പതിവ് പോലെ അവന്റെ രണ്ട് കൈകളും ആ വെള്ള കോട്ടിനുള്ളിലായിരുന്നു. അവനൊരു ചെറു പുഞ്ചിരിയോടെ അവന്റെ ഓഫീസ് റൂമിലേക്ക് പോയി. കാണുന്നവരെല്ലാം അവനെ വിളിച്ച് മനസ്സിൽ തൊട്ട് സന്തോഷം അറിയിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം ചിരിച്ചുകൊണ്ട് അവൻ അവിടുന്ന് നടന്നുപോയി. ആരോടും സംസാരിക്കാനോ നന്ദി വാക്ക് പറയാനോ നിന്നില്ല. നാളുകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയതിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു അവൻ. തനിക്ക് ഒരു പുതുജീവൻ കിട്ടിയതുപോലെ തോന്നി അവന്. എല്ലാം കഴിഞ്ഞ് തിരികെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ എന്തോ ഒരു സമാധാനം അനുഭവപ്പെട്ടു അവന്. ആ 4 ചുവരുകൾക്കുള്ളിൽ തറങ്കിൽ നിന്ന പോലെ കിടന്നപ്പോൾ അവനുണ്ടായ ശ്വാസം മുട്ടൽ ഇപ്പൊ അവന് ഒരു തരം സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാ തോന്നുന്നത്. അന്ന് ഹോസ്പിറ്റലിന്റെ പടി ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും അപരിചിതമായ നോട്ടവും പേടിപ്പിക്കുന്ന ചോദ്യങ്ങളും ഇന്നില്ലാതായിരിക്കുന്നു. ആശംസയും അഭിനന്ദനങ്ങളുമായിട്ട് അത് മാറിയതായി അവൻ ശ്രദ്ധിച്ചു. പക്ഷെ അതൊന്നും അവനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. തിരിച്ച് അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വരാൻ പറ്റിയതിന്റെ ആ ഒരു സന്തോഷം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിച്ച് അവൻ ഓഫീസ് റൂമിന്റെ ഡോർ തുറന്നു. വലിയ ശബ്ദത്തിലുള്ള ആശംസകളും കയ്യടിയുമാണ് അവനെ സ്വാഗതം ചെയ്തത്. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളും ഡോക്ടേഴ്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവനെ കണ്ട സന്തോഷത്തിലായിരുന്നു. വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ പ്രകാശ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഡോക്ടർ ശ്രീദേവ്, ഞങ്ങൾ എല്ലാവരും നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നീ ഇല്ലാതെ ഈ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ഉറങ്ങിയതുപോലെയായിരുന്നു. ഡോക്ടർ ഡേവിഡും ഈ സമയം അങ്ങോട്ട് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നീ ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ, ഡോക്ടർ പ്രകാശ് അവന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ എല്ലാവരോടും ഒന്നും മിണ്ടാതെ ചിരിക്കുക മാത്രം ചെയ്തു. അവരുടെ എല്ലാവരുടെയും സ്നേഹത്തിൽ അവൻ മതിമറന്ന് നിൽക്കുമായിരുന്നു. ഇതുപോലെ ശിവാനിയും വന്ന് സന്തോഷം നിറഞ്ഞ
ഒരുപാട് വാക്കുകൾ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. കണ്ണു തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും എത്ര പേടിച്ചു പോയെന്നോ. റിസൾട്ട് വരുന്നത് വരെ ഞങ്ങൾ മുൾമുനയിലായിരുന്നു. ഇത്രയും നാൾ റിസൾട്ട് എന്താണെന്ന് ഓർത്ത് പേടിച്ചാ കഴിഞ്ഞത്. ഈ പ്രകാശനൊന്നും രാത്രി ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല. എന്നും രാത്രി നിന്റെ കാര്യം പറഞ്ഞ് വിളിച്ച് വേവലാതിപ്പെടലായിരുന്നു പണി. അവൾ പ്രകാശനെ നോക്കി ചിരിച്ചുകൊണ്ട് തുടർന്നു, എന്റെ കണ്ണു നോക്കി, രാത്രി ഉറക്കമില്ലാതെ ഡാർക്ക് സർക്കിൾസ് വന്നത് കണ്ടോ. എന്നിനെ എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ശിവാനി വീണ്ടും ശ്രീദേവിനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ഡോക്ടർ പ്രകാശ് അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, നീ ഇതെന്തു പണിയെ കാണിക്കുന്നേ? ഇവിടുത്തെ നഴ്സുമാര് കാണണ്ട നീ ശ്രീദേവിനെ കെട്ടിപ്പിടിച്ചത്. അവരെല്ലാവരും കൂടെ നിന്നെ പ്രാഗി കൊല്ലും, സൂക്ഷിച്ചോ. അവിടെ കൂടി ചേർന്ന എല്ലാവരും പ്രകാശിന്റെ വാക്കുകേട്ട് തമാശയിൽ കൂടെ ചേർന്ന് പൊട്ടിച്ചിരിച്ചു. നഴ്സുമാര് മാത്രോ? അപ്പൊ ബാക്കിയുള്ളവരോ? എല്ലാവർക്കും മറുപടി കൊടുത്ത് മടുത്തു ഞാൻ. ശ്രീദേവ് ഡോക്ടർ മതി എല്ലാവർക്കും. എനിക്ക് വരെ നിന്നോട് അസൂയ തോന്നി ശ്രീദേവേ. നിനക്കൊരു ഇലക്ഷന് നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ഡേവിഡും പ്രകാശിന്റെ വാക്കുകളെ പിന്താങ്ങി. പകുതി തമാശയായിട്ടാണ് ഡേവിഡ് പറഞ്ഞതെങ്കിലും അവനില്ലാത്തതിന്റെ കുറവ് അവിടെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. പെട്ടെന്ന് ഒരു നഴ്സ് പുറത്തുനിന്ന് ഓടി വന്ന് ശ്രീദേവിനോട് പറഞ്ഞു, ഡോക്ടർ ശ്രീദേവ്, നിങ്ങൾ എന്നോടൊപ്പം വരണം. അവൾ കിതച്ചുകൊണ്ടാ അവനെ വിളിക്കാൻ വന്നത്. എന്തോ വലിയ എമർജൻസി ആണെന്ന് എല്ലാവരും കരുതി. എന്തു പറ്റി? ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി? അവൻ ആശങ്കയോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, വേഗം വരൂ എന്ന് പറഞ്ഞവൾ മുന്നോട്ട് നടന്നു. ശ്രീദേവും അവളുടെ പിന്നാലെ നടന്നു. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും തന്നെ അവന്റെ പിന്നാലെ ചെന്നു. അവൻ നടന്ന് ലോബിയിലെത്തിയപ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും രോഗികളും അവിടെ കൂടി നിന്നിരുന്നു. അവരെല്ലാവരും അവനെ കണ്ടയുടനെ ഉറക്കെ കൈയടിച്ചു അവനെ വരവേറ്റു. മുന്നിൽ നിന്നിരുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിൽ വെള്ള ബലൂൺസ് ഉണ്ടായിരുന്നു. അവൻ തിരിച്ചു വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ആൾക്കൂട്ടത്തിന്റെ ഒത്ത നടുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോ ശ്രീദേവിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. HIV രോഗികൾക്ക് ഐക്യദാർഢ്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള ചുവന്ന നിറത്തിലുള്ളതുപോലുള്ള ഒരു ബാനർ പിടിച്ച അയാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ശ്രീദേവ് മുൻകൈയെടുത്ത് സർജറി നടത്തിയ രോഗിയായിരുന്നു. അയാൾ നന്ദി സൂചകമായി അവന് നേരെ കൈനീട്ടി. ഡോക്ടർ ശ്രീദേവ്, നിങ്ങളുടെ അർപ്പണബോധത്തിന് നന്ദി. ഞങ്ങളെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പകർന്നു തന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയൊന്നും ചെറുതല്ല. ഞങ്ങൾക്കിനി ധൈര്യമായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കയറി വരാം. പഴയ പോലെ ഞങ്ങൾക്കിനി ചികിത്സ കിട്ടാൻ പാടുപെടേണ്ടി വരില്ല. നിങ്ങൾ കാണിച്ചു തന്ന മാതൃക അനുകരണീയമാണ്. ഞങ്ങൾക്ക് നിങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാക്കിയുള്ളവരോട് പറയാൻ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്ന് അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. നന്ദിയുടെ ഭാഗമായിട്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന റെഡ് റിബൺ ശ്രീദേവിന് കൈമാറി. അതിന് താഴെയായിട്ട് 2 വരിയുണ്ടായിരുന്നു, ഹീറോ ഇസ് വർക്ക് ഹിയർ. ആ വാക്കുകേട്ട് ലോബിയിലുള്ള മനുഷ്യരെല്ലാം നിശബ്ദരായി നിന്നു. അവരിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അമൃതയും. ശ്രീദേവിനെ കുറിച്ചുള്ള നല്ല വാക്കുകൾ കേട്ട് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ശ്രീദേവ് അയാളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ തട്ടി പറഞ്ഞു, ഒരാളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളതാ ഞങ്ങളുടെ കടമ. അത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ലോബിയിലുണ്ടായിരുന്ന എല്ലാവരും ശ്രീദേവിനെ കൈകൊട്ടി ആദരവ് ചെയ്തു. അവനോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ഡോക്ടർ പ്രകാശും ഡേവിഡും ആ ബാനർ വാങ്ങിച്ച് ലോബിയിൽ എല്ലാവരും കാണേ അവിടെ തൂക്കിയിട്ടു. അപ്പോഴേക്കും അവിടെ കൂടി നിന്ന് ഓരോരുത്തരായി അവന്റെ അടുത്ത് വന്ന ആശംസകൾ അറിയിച്ചു. അവൻ എല്ലാവരോടും ചിരിച്ച് നന്ദി അറിയിച്ചു. കൂട്ടത്തിൽ അമൃത നിൽക്കുന്നത് അവൻ ദൂരെ നിന്നേ കണ്ടിരുന്നു. പക്ഷെ ഒരു വലിയ ജനക്കൂട്ടം അവരെ വേർതിരിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. നടന്ന് അമൃത അവന്റെ അടുത്തെത്തി. എല്ലാവരും സ്നേഹം കാണിക്കുന്നത് കൊണ്ട് ഒരു ചമ്മലുണ്ടോ ഡോക്ടർ ശ്രീദേവിന്റെ മുഖത്ത്? അമൃത ഒഫീഷ്യലായി ചോദിച്ചു. എനിക്കൊരു ചമ്മലുമില്ല. ഇതൊക്കെ അനാവശ്യമാണ്. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ മറ്റേതൊരു ഡോക്ടറെ പോലെ തന്നെയുള്ളൂ. ഞാൻ ചെയ്തതെല്ലാം എന്റെ ജോലിയുടെ ഭാഗം മാത്രമാണ്. അവൻ വിനയത്തോടെ നിൽക്കുമ്പോ അമൃത ചോദിക്കും, ഇത്രയ്ക്ക് വിനയത്തിന്റെ ആവശ്യമുണ്ടോ ഡോക്ടർ ശ്രീദേവ്? ഞാൻ പറയാറുള്ളത് പോലെ നിന്റെ രോഗിയാവാന്നുള്ളത് ഒരു ഭാഗ്യമാണ്. നീ ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ പോലെയൊന്നും അല്ല. നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ. അമൃത അവളുടെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് ദേവ്. കൺഗ്രാറ്റുലേഷൻസോ? എന്തിന്? അതുവരെ മിണ്ടാതെ നിന്ന ശ്രീദേവ് അതിശയത്തോടെ ചോദിച്ചു. നീ വീണ്ടും നിന്റെ ഇഷ്ട ജോലിയിലേക്ക് തിരികെ വന്നതിനാണ് ഈ അഭിനന്ദനങ്ങൾ. ഈ വേഷത്തിൽ കാണുമ്പോഴാ നിന്നെ കൂടുതൽ ഭംഗി. അമൃത സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ട് അവനെ അറിയിച്ചു. താങ്ക് യു അമൃത. ശ്രീദേവ് ചിരിച്ചുകൊണ്ട് അവൾക്ക് കൈ കൊടുത്തു. ശരി, എന്നാ ഞാൻ ചെല്ലട്ടെ, ജോലിക്ക് പോണം. ബൈ. അമൃത അവനിൽ നിന്നും കൈ പിൻവലിച്ച് തിരിഞ്ഞു നടന്നു. ബൈ അമൃത. അവനും യാത്ര പറഞ്ഞു. അവള് തിരിഞ്ഞു നടന്ന് മറയുന്നത് വരെ അവൻ ആ കോറിഡോറിന്റെ അറ്റത്ത് നിന്നു. അവളോട് തന്നോടൊപ്പം നിൽക്കണം എന്ന് പറയാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അവള് നടന്നു പോകും തോറും അവന്റെ ഹൃദയത്തിന്റെ ഭാരം കൂടുന്നതുപോലെ അവന് തോന്നി. പെട്ടെന്ന് മധുരമായൊരു ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. ശ്രീ. അത് പാർവതിയായിരുന്നു. ആ വിളി അമൃതയും കേൾക്കാതിരുന്നില്ല. അവൾ ഒരു നിമിഷം നിശ്ചലയായി.
ആ ശബ്ദം പാർവതിയുടേതാണെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ അവൾ അവിടുന്ന് പോയി. അവളുടെ ഹൃദയത്തിലും പെട്ടെന്നൊരു വേദന അനുഭവപ്പെട്ടു. പക്ഷേ അതിനെ വളരാൻ അനുവദിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. അവൾ അവനിൽ നിന്നും പൂർണ്ണമായി ഇറങ്ങി നടക്കാൻ കൊതിച്ചു. അവൾക്കത് സാധ്യമല്ലെങ്കിലും. ശ്രീദേവ്, നീ എന്താ റിസൾട്ട് വന്ന കാര്യം എന്നോട് പറയാണ്ടിരുന്നത്? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. ഇന്ന് ക്ലബ്ബ് പോയപ്പോ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അവൾ പരിഭവം കാണിച്ച് അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒന്നും മിണ്ടിയില്ല. അവന്റെ മുഖം കണ്ടപ്പോൾ പാർവതി അവളുടെ ഭാഗം വിശദീകരിക്കാനായിട്ട് ചോദിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിന്നെ കാണാൻ വരാത്തതിലുള്ള ദേഷ്യത്തിലാണോ നീ ഇപ്പോഴും? അവൻ നിസ്സാര ഭാവത്തിൽ മൂളി. അവന്റെ നിർവികാര്യമായ മുഖം കണ്ടപ്പോൾ പാർവതിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അവന് തന്നോട് ദേഷ്യമായിരിക്കുന്നായിരുന്നു അവള് കരുതിയിരുന്നത്. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. നിന്റെ റിസൾട്ട് വരുന്നത് വരെ എരിഞ്ഞു തീരുകയായിരുന്നു ഞാൻ നിന്നെ അവഗണിക്കായിരുന്നു എന്ന് നീ വിചാരിക്കരുത്. എനിക്ക് നിന്നെ കാണാൻ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കല്യാണ തിരക്ക് കാരണം എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അവൾ പറഞ്ഞു. പാർവതി, മതി എക്സ്പ്ലെയിൻ ചെയ്തത്. എനിക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവൻ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. പാർവതി വരുന്നതും വരാതിരുന്നതും അവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവൾക്കത് നന്നായിട്ട് അറിയാമായിരുന്നു. ശ്രീദേവിനെ അവളിൽ തീരെ താല്പര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു അവൻ അവളോട് നന്നായി പെരുമാറിയിരുന്നത്. ക്വാറന്റൈൻ ദിവസങ്ങളിൽ അവൾക്ക് പോകാൻ തോന്നാതിരുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. അവനൊരിക്കലും അവളൊരു പ്രശ്നമേ ആയിരുന്നില്ല. നീ ദേഷ്യപ്പെടുന്നായിരുന്നു ഞാൻ കരുതിയത്. അവളുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു. നിനക്കിപ്പോ ഇന്ന് എന്റെ കൂടെ ലഞ്ചിന് വന്നൂടെ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. സോറി, ഞാനിന്ന് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇന്ന് കുറെ തിരക്കുണ്ട്. പിന്നൊരു ദിവസം ആവട്ടെ പാർവതി. ശ്രീദേവ് അവളെ നോക്കാതെ പറഞ്ഞു നിർത്തി. ശരി, എന്നാ പിന്നെ കാണാം ശ്രീ. നിന്റെ തിരക്കൊക്കെ കഴിയട്ടെ. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. ശരി പാർവതി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൻ അവളെ നിരസിച്ചുകൊണ്ട് ഓഫീസിലേക്ക് നടന്നു. അവന്റെ ഈ പെരുമാറ്റത്തിലെ നിസ്സംഗത പാർവതിയെ സങ്കടപ്പെടുത്തി. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ നടന്നു പോകുന്നത് അവൾ സങ്കടത്തോടെ നോക്കി നിന്നു. അങ്ങനെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പൊ കൂട്ടുകാർക്ക് സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. താങ്ക്